Hello guys, welcome to my channel. So ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നൈക്ക ഹോൾ വീഡിയോ. ഞാൻ ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നതാണ് ഒരു ഹോൾ വീഡിയോ ചെയ്യുന്നതെന്ന്. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ നിങ്ങളെയും കൂടി കാണിക്കുന്നത്, അവൾക്ക് തന്നെ വെച്ച പോരെന്ന്. പക്ഷേ അങ്ങനെയല്ല ഗൈസ്, നിങ്ങളും കൂടി കാണും. ഞാൻ യൂട്യൂബിൽ പണ്ട് മുതൽ തന്നെ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ അങ്ങനെ വിചാരിക്കുന്നതാണ് എനിക്കും ഒരു ഹോൾ വീഡിയോ ഒക്കെ അങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നാണ് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റിയത്. ഞാൻ ഒരുപാടൊന്നുമില്ല, കുറച്ച് പ്രൊഡക്ട്സ് നൈക്കിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. മേക്കപ്പ് പ്രൊഡക്ട്സാണ്. അപ്പം എനിക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ അത് 2-3 ദിവസമായിട്ടാണ് വന്നത്. ഇപ്പം ഞാൻ ഒന്നും പൊട്ടിക്കാതെ എല്ലാം ഇവിടെ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇപ്പം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഞാനിപ്പോൾ അത് പൊട്ടിക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. ആദ്യം നമുക്ക് വലുതിന്ന് തുടങ്ങാം. ആദ്യം നമുക്ക് ഈ ബിഗ് ബോക്സ് തന്നെ അൺബോക്സ് ചെയ്യാം. ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, എന്തൊക്കെയാണെന്ന് തന്നെ എനിക്ക് തന്നെ ഓർമ്മയില്ല. അത്യാവശ്യം ഐറ്റംസ് ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് അത് തന്നെ ആദ്യം പൊട്ടിച്ചിട്ട് ഒരുപാട് ഐറ്റംസൊക്കെ ഉള്ളത് നോക്കാം. ഇത് വന്നിട്ട് ഓൾമോസ്റ്റ് 1 വീക്കായി. ഞാൻ ബാക്കി ഐറ്റംസും കൂടി വരാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. എൻ്റെ ഇതിങ്ങനെ കട്ട് ചെയ്യുന്ന സംഭവം കാണുന്നില്ല, എവിടെയോ മിസ്സായി. ഞാൻ നൈഫ് ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത്. ആയുധം വെച്ചുള്ള പണിയാണ് ഗൈസ്. എനിക്ക് ഈ പാക്കിങ്ങൊക്കെ ലൈക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഒരു ആക്രാന്തം പോലെ. അതായത് നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല. എനിക്കിപ്പോൾ ഒരു ചെറിയ ലിപ്സ്റ്റിക്ക് വാങ്ങണമെങ്കിൽ പോലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കൊടുക്കുന്നത് നമ്മൾ നോക്കുക. എത്ര ചെറിയ സാധനങ്ങളാണെങ്കിലും നമ്മളിങ്ങനെ സ്വയം വാങ്ങിച്ച് സ്വയം തുറന്നു നോക്കി നിർവൃതിയാണെങ്കിൽ അതാണ് ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം. നൈക്കയുടെ പാക്കിങ് ഒരു രക്ഷയില്ല. അതായത് അവർ നല്ല അടിപൊളിയായിട്ടാണ് പാക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ അൺബോക്സ് ചെയ്യാൻ കുറച്ച് പണിയാണ്. വലിയൊരു ബില്ലുണ്ട്. ഫസ്റ്റ് ഐറ്റം ഓക്കെ, ഇതൊരു നെയിൽ പെയിൻ്റ് ആണ്. എനിക്ക് കമ്പനി അലോ ചെയ്തിട്ടുള്ള കുറച്ച് നെയിൽ പെയിൻറ്റ്സ് ഉണ്ട്. അത് മാത്രമാണ് പെർമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് അലൗഡ് ആയിട്ടുള്ള കുറച്ച് നെയിൽ പെയിൻറ്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇത്. അടുത്തൊരു ഷെയ്ഡാണ്. വാവ്, ഇത് K-Beautyയുടെ ഒരു ഷെയ്ഡാണ്, ന്യൂഡായിട്ടുള്ള ഷെയ്ഡാണ്. റോക്കി റോഡ് 23 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണിത്. നല്ല അടിപൊളി ഷെയ്ഡാണ്. ഐ ലൈക്ക് ഇറ്റ്. അത് കഴിഞ്ഞു നെക്സ്റ്റ് ഇങ്ങനത്തെ ഒരു പാക്കിംഗ് ആണ് ഗൈസ്. എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഒരു കണ്ടീഷണറാണ്. ഇതിൻ്റെ ഷാമ്പു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഷാമ്പു പ്ലസ് കണ്ടീഷണർ കോംബോ ആണ്. ഇതിൻ്റെ ഷാമ്പു ഇതിൽ തന്നെ ഉണ്ടായിരിക്കും. ഇതതിൻ്റെ കണ്ടീഷണറാണ്. എഗെയിൻ ഒരു നെയിൽ പെയിൻ്റാണ്. ഇതും ഞങ്ങൾക്ക് അലോ ചെയ്തിട്ടുള്ള ഒരു നെയിൽ പെയിൻ്റാണ്. റെവലോണിൻ്റെ പ്യുവർ പേൾ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണിത്. പിന്നീടുള്ളത് ഒരു സൺസ്ക്രീനാണ്, .NKയുടെ സൺസ്ക്രീൻ. ഇതും ഞങ്ങൾക്ക് അലൗഡ് ആയിട്ടുള്ള ഒരു നെയിൽ പെയിൻ്റാണ്, നൈക്കയുടെ ജെൽ നെയിൽ പെയിൻറ്റ്. പിന്നെ വന്നിട്ട് ഇതാണ് വാസ്ലിൻ്റെ ഗ്ലൂട്ടാ ഹൈ സെറമിൻ ലോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഭവം. ഇത് മാർസിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ്. ബ്രൗൺ ഷെയ്ഡാണ്, ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. എനിക്ക് ഐബ്രോസ് തീരെ ഇല്ല, ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാൻ ഐബ്രോ പാലറ്റാണ് യൂഷ്വലി യൂസ് ചെയ്യാറ്. ഇപ്പോൾ ജസ്റ്റ് പെൻസിൽ യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട്, പെൻസിലാണ് കുറച്ചും കൂടി പെട്ടെന്ന് വരയ്ക്കാൻ എളുപ്പം പെൻസിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. നെക്സ്റ്റ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന കണ്ടീഷണറിൻ്റെ ഷാമ്പു ആണ്. യെസ്, ഇതൊരു കോംബോ ആണ്, ഷാമ്പൂ പ്ലസ് കണ്ടീഷണർ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്റിംഗ് പ്രൈമറാണ്. അടുത്തത് ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് ഞങ്ങൾക്ക് അലൗഡ് ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ്. 9 പീച്ച് ബോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. പാക്കിംഗ് പൊടിച്ച് നോക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഷെയ്ഡ്. ഇങ്ങനെയാണ്. എനിക്ക് ഈ നല്ല ഡാർക്ക് റെഡ് ലിപ്സ്റ്റിക്കാണ് ഞാൻ എപ്പോഴും ഇട്ട് പോവാറ്. അപ്പോൾ അതൊന്ന് മാറ്റി പിടിക്കണം. ഇതും ഒരു റെഡ് ഷെയ്ഡാണ്, എന്നാലും ഇറ്റ്സ് കൈൻഡ് ഡിഫറെൻറ്റ്. സോ എനിക്ക് ആ നല്ല ഡാർക്ക് ഒന്ന് മാറ്റി പിടിക്കണം എന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. സോ അത്രയേ ഉള്ളൂ. പിന്നെ മേബിലിൻ്റെ കൺസീലറാണ്, നോർമൽ കൺസീലർ. ഇത് ഞാൻ എൻ്റെ ഷെയ്ഡ് നോക്കിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. എനിക്ക് അത്യാവശ്യം അണ്ടർ ഐ ഇത് ഇത് എനിക്ക് ഫ്രീ കിട്ടിയതാണ്. പ്ലമ്മിൻ്റെ സൺസ്ക്രീനാണ്. ഇതൊരു മിനി പാക്കേജ്. ഇത്രയും കുറേ വാങ്ങിച്ചു കൂട്ടിയതുകൊണ്ട് ഫ്രീ കിട്ടിയൊരു സംഭവമാണ്.
പ്ലമ്മിൻ്റെ തന്നെ ഒരു ഇതെനിക്ക് നൈറ്റ് ഞാൻ യൂസ് ചെയ്യാറുള്ള പ്ലമ്മിൻ്റെ ഒരു സെറാണ്, റൈസ് വാട്ടർ സെറം. നിങ്ങൾ ഒരുപാട് എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെറാണ്. പിന്നെ ഇൻസൈറ്റിൻ്റെ ഒരു ഐലൈനറാണ്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു മസ്കാരയാണ്, മേബിലിൻ്റെ സ്കൈ ഹൈ എന്ന് പറഞ്ഞിട്ടുള്ള മസ്കാര. ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, പക്ഷെ ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല ഈ മസ്കാര. സോ ലെറ്റ്സ് ഹാവ് എ ട്രൈ. നമ്മുടെ ഈ ബിഗ് ബോക്സ് കഴിഞ്ഞിരിക്കുകയാണ്. ലാസ്റ്റ് പ്രൊഡക്റ്റാണിത്. ഇത് പ്ലമ്മിൻ്റെ വിറ്റമിൻ സി ടോണറാണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു ബോട്ടിൽ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മുടെ ആ ബോക്സ് കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്തൊരു കുട്ടി ബോക്സ് പൊട്ടിക്കാം. ഐ തിങ്ക് ഇതിൽ എന്തോ ഒരു സാധനമാണുള്ളൂ, ഒരു ഐറ്റം മാത്രമാണ്. ബ്യൂട്ടി ബ്ലെൻഡറാണ്. നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ മാത്ര എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ബ്യൂട്ടി ബ്ലെൻഡർ പ്ലസ് ഈ സാധനം കൂടി ഉണ്ട്. ഇങ്ങനെയൊക്കെ രണ്ടും കൂടി കോംബോ ആയിട്ട് വരുന്നതാണ്, ക്യൂട്ടായിട്ടില്ല. നെക്സ്റ്റ് ബോക്സ് പൊട്ടിക്കാം. ഇതിലും 1-2 ഐറ്റംസ് എന്തോ ഉള്ളൂ എന്ന് തോന്നുന്നു. വലിയ പാക്കിംഗ് ആണ്. 1 ഐറ്റം ലാക്മിയുടെ റെഡ് ലിപ്സ്റ്റിക്കാണ്. 138 ഫയർ സ്റ്റാർട്ടർ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ ഈ ബോക്സും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ബോക്സ് നമ്മൾ പൊട്ടിക്കുകയാണ്. ഇപ്പം ഞാൻ കുറച്ച് എക്സൈറ്റഡായി വാങ്ങിച്ച 2 പ്രൊഡക്റ്റാണ്. കളർ ബാറിൻ്റെ ഫിക്സിങ് സ്പ്രേ, മറ്റേത് മാക്കിൻ്റെ ഫിക്സിങ് സ്പ്രേ ആണ്. ക്യാബിൻ ക്രൂ ആയതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ BA ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആൽക്കഹോൾ കണ്ടൻറ്റ് ഉള്ള സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നല്ല ഒരു ആൽക്കഹോൾ ഫ്രീ നല്ല സെറ്റിംഗ് സ്പ്രേ എനിക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വർഷയാണ് ഗൈസ് ഇത് എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നത്. ലെറ്റ്സ് ഹാവ് ട്രൈ ഇറ്റ് ഔട്ട്. സോ അപ്പോൾ നമ്മൾ എല്ലാ പ്രൊഡക്ട്സും അൺബോക്സ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച്. ലവ് യു ആൾ. ബൈ ബൈ. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.